നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല സെന്ററിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം, 7 പേർക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുടുംബത്തിലെ 1 വയസ്സുള്ള ഐസിനാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 6:45 തൃത്താല CCTV ന്യൂസ് ബ്യൂറോ ഓഫീസിന് സമീപമായിരുന്നു അപകടം. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പട്ടാമ്പിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. പട്ടാമ്പി സ്വദേശി ഹനീഫയും കുടുംബവുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. 5 മുതിർന്നവരും 2 കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആനക്കരയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പേരശന്നൂർ സ്വദേശി മരിച്ചു. 32 വയസ്സുള്ള പ്രകാശാണ് മരിച്ചത്. ഫെബ്രുവരി 14 വൈകിട്ട് ആനക്കര വടക്കത്തുപടിയിൽ വെച്ചായിരുന്നു അപകടം. കല്ലടത്തൂർ ഉത്സവം കഴിഞ്ഞു മടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ എതിരെ വന്ന ബൊലേറോ പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു പ്രകാശൻ സഞ്ചരിച്ചിരുന്നത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയായിരുന്നു അന്ത്യം. എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ M. ശിവശങ്കരൻ മാസ്റ്റർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. പെരിങ്ങോട് തണൽ വസതിയിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. 6 പതിറ്റാണ്ടിലേറെ കാലം സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്ന ശിവശങ്കരൻ മാഷ് കുറച്ചുകാലമായി എഴുത്തും വായനയുമായി കഴിയുകയായിരുന്നു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ്, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം, ഞാങ്ങാട്ടിരി യുവകാഹളം ആർട്സ് ക്ലബിന്റെയും ജനകീയ വായനശാലയുടെയും പ്രവർത്തകനെന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവമായിരുന്ന ശിവശങ്കരൻ മാസ്റ്റർ സംഗീതജ്ഞൻ, കഥാപ്രാസംഗികൻ, കലാഗവേഷകൻ, ഗ്രന്ഥകാരൻ തുടങ്ങിയ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മധ്യവേനലവധിക്കാലത്ത് വള്ളുവനാടിലെ കലാസമിതി വാർഷികങ്ങളിലും സ്കൂൾ വാർഷികാഘോഷവേദികളിലും നിറസാന്നിധ്യമായിരുന്ന MS എന്ന M. ശിവശങ്കരൻ മാസ്റ്റർ നാടൻപാട്ടുകൾ സമാഹരിക്കുകയും വള്ളുവനാട്ടിലെ നാടൻപാട്ടുകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ഗവേഷക കൃതിക്കുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരത്തിനും ഈ ഗ്രന്ഥം അർഹമായി. കുട്ടികൾക്ക് കുറേ നാടൻപാട്ടുകൾ എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് അംഗമായും 5 വർഷം സേവനമനുഷ്ഠിച്ചു. തവനൂർ, എടപ്പാൾ, കുമരനെല്ലൂർ, ചാത്തന്നൂർ, വട്ടേനാട് തുടങ്ങിയ സർക്കാർ സ്കൂളുകളിൽ ഭാഷാധ്യാപകനായിരുന്നു. വട്ടേനാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. റിട്ടയർഡ് അധ്യാപിക പത്മാവതിയാണ് ഭാര്യ. ജയൻ ശിവശങ്കരൻ, ഡോക്ടർ അനൂപ് ശിവശങ്കരൻ എന്നിവർ മക്കളാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം തൃത്താലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് കഴിഞ്ഞ ദിവസം പെരിങ്ങോട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ്. അന്ന് അദ്ദേഹം ഭാര്യയോടൊപ്പം കാറിൽ ആ പൊതുയോഗ സ്ഥലത്ത് വന്നതും അദ്ദേഹമായിട്ട് സംസാരിച്ചതും ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമാണ്, ക്ഷീണിതനാണ്, അതുകൊണ്ട് പൊതുയോഗം തീരാൻ നിൽക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ച് മടങ്ങുമ്പോഴും അദ്ദേഹം കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാറിൽ തന്നെ ഇരുന്ന് ആ പൊതുയോഗം മുഴുവൻ അദ്ദേഹം കഴിഞ്ഞിട്ട് ആണ് അവിടെ നിന്ന് പോയത്. അതാണ് അവസാനം അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ആഘാതം. നിർധനരായ ഭവനരഹിതർക്ക് തൃശൂർ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യത്തെ വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ തളി പിലാക്കാട് ചിറപ്പറമ്പിൽ സിദ്ദിഖ് റംല ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ട്രസ്റ്റ് പ്രസിഡന്റ് KJ തോമസ് അധ്യക്ഷനായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, ട്രസ്റ്റ് സെക്രട്ടറി KK ഹക്കീം, പഞ്ചായത്ത് അംഗം വീരചന്ദ്രൻ, അജിത് കുമാർ മല്ലയ്യ, ശങ്കരൻകുട്ടി, ശ്രീജ പുൽപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. 1.5 വർഷമായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിത്യരോഗികൾക്ക് മരുന്നുകളും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകുന്നുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന അവരുടെ കുടുംബത്തിന് സന്തോഷവും അതുപോലെ തന്നെ ഇനിയും കൂടുതൽ ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ എന്നുകൂടിയാണ് എനിക്കിവിടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഹ്യൂമാനിറ്റി ട്രസ്റ്റ് ആ ഭാരവാഹികളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. നമുക്ക് അപൂർവമാവും ചിലപ്പോൾ അത്തരത്തിലുള്ളവരെ ആളുകളുടെ ഒരു കൂട്ടായ്മയോട് കൂടി ഞങ്ങളുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അതിന്ന് ട്രസ്റ്റിലേക്ക് മാറ്റിവെച്ച് അതിന്നൊരു പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഓരോരുത്തരും ഇന്ന് അവരവരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന്
പട്ടികജാതി ക്ഷേമ സമിതി വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി പഠന ക്യാമ്പ് പൈങ്കുളം അയ്യൂർ മഠപ്പറമ്പ് ഹാളിൽ നടന്നു. KSKTU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ശശികല സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സുപ്രീം കോടതി വിധികളും സാമൂഹ്യ പ്രത്യാഘാതങ്ങളും PKS നിലപാടും എന്ന വിഷയത്തിൽ PKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് KV ബാബു ക്ലാസ് എടുത്തു. CPIM പൈങ്കുളം ലോക്കൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, PKS ഏരിയ സെക്രട്ടറി MR രതിമോഹൻ, ഏരിയ സെക്രട്ടറി AE ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക ഘോഷയാത്ര, പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളും നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തുന്നത്. 2 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ. കഴിഞ്ഞ ദിവസം സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA റാസി അധ്യക്ഷനായിരുന്നു. MT വാസുദേവൻ നായർ അനുസ്മരണവും നടത്തി. ഞായറാഴ്ച രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മുൻകാല PTA പ്രസിഡന്റുമാരെ ആദരിക്കലും നടന്നു. മുഹമ്മദ് മോസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. 1948 നാഷണൽ സ്കൂൾ എന്നുള്ള പേരിൽ ആരംഭിക്കുകയും ഒരുപക്ഷെ അതിനു മുമ്പ് പ്രൈവറ്റ് സ്കൂളായിട്ടും മറ്റു ജനങ്ങളുടെ സഹകരണത്തോടെയൊക്കെ അതിനു മുമ്പും ചെറുതായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ്. പക്ഷേ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് 48 ആരംഭിക്കുകയും പിന്നീട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുക്കുകയും അതിനുശേഷം ഗവൺമെന്റ് കേരളപ്പിറവിക്ക് ശേഷം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ഈ വിദ്യാലയം ഒരുപാട് സ്വപ്നങ്ങളുമായി ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച് വന്ന നിരവധി ആളുകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളിൽ പലരും ഈ വിദ്യാലയത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നമുക്കറിയാം, MT അടക്കമുള്ളവർ ഈ വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരായിരുന്നു. പൂർവ്വ അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും വലിയൊരു സമ്പത്ത്, പ്രഗത്ഭരായ ആളുകളുടെ സമ്പത്തുള്ള ഒരു സ്ഥാപനമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ K വിജയൻ, പ്രധാനാധ്യാപിക T രാധ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃത്താല നിയോജക മണ്ഡലത്തിൽ മൈൻഡ് ഈസി ദി എക്സാം കോൺഫിഡൻസ് ബൂസ്റ്റർ പരിപാടി നടത്തി. മണ്ഡലത്തിലെ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമായാണ് പരിപാടി നടത്തിയത്. മന്ത്രി MB രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 250ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ R ജയപ്രകാശ് വിഷയാവതരണം നടത്തി. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും മറുപടി നൽകി. മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല AO K പ്രസാദ് അധ്യക്ഷനായി. എൻലൈറ്റ് എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ മാസ്റ്റർ, മന്ത്രിയുടെ പ്രതിനിധി അബ്ദുൾ മജീദ്, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അത്താണി പോപ്പോൾ മേഴ്സി ഹോം വാർഷികാഘോഷം ജില്ലാ സെഷൻസ് ജഡ്ജ് TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പോപ്പ് മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ, നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം, SNDS ജനറൽ സെക്രട്ടറി സിൽവി ചക്കാലക്കൽ, PTA പ്രസിഡന്റ് VC അബ്ദുൾ മജീദ്, പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. വരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി ഹാപ്പി കേരളം പദ്ധതി ആരവം 2025 എന്ന പേരിൽ തുടക്കം കുറിച്ചു. കുടുംബശ്രീ FNHW പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ മാതൃകാ ഗ്രാമ CDSകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹാപ്പി കേരളം. 20 കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സന്തോഷം കുടുംബാംഗങ്ങളിൽ നിന്ന് കേരളമൊട്ടാകെ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വരവൂർ CDSലെ വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ചു സംഘടിപ്പിച്ച ഹാപ്പി കേരളം CDS തല പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര നിയോജകമണ്ഡലം MLA UR പ്രദീപ് നിർവഹിച്ചു. 154 കേന്ദ്രങ്ങൾ കേരളത്തിനകത്ത് മോഡൽ CDS സെന്ററുകളായി തെരഞ്ഞെടുത്ത് അവർ വഴി ഓരോ ഗ്രാമപഞ്ചായത്തും ഇടപെടാൻ ഇപ്പോൾ ഗ്രാമീണ മേഖലയിലാണല്ലോ
ആദ്യഘട്ടം എന്ന നിലയ്ക്ക് തുടക്കം കുറിക്കാൻ ഉദ്ദേശിച്ചു. 154 കേന്ദ്രത്തിൽ തെരഞ്ഞെടുത്തതിലും വരവൂർ ഉൾപ്പെട്ടിട്ടുണ്ട്. വരവൂരിനെ സംബന്ധിച്ച് കുടുംബശ്രീ മിഷനും വലിയ പ്രതീക്ഷയാണ്. ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനം മുന്നേറ്റങ്ങളും നടത്തിയ ഒരു CDS ആണ് വരവൂർ കമ്മിറ്റി എന്ന് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധാനമാണ് വരവൂർ കുടുംബശ്രീ. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വരവൂർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VK പുഷ്പ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അംഗങ്ങളായ TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, വാർഡ് മെമ്പർമാരായ VK സേതുമാധവൻ, K ജിഷ, PK അനിത എന്നിവർ സംസാരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു സ്വാഗതവും CDS വൈസ് ചെയർപേഴ്സൺ PM ബിന്ദു നന്ദിയും പറഞ്ഞു. ഏപ്രിൽ 11, 12 തീയതികളിലായി കൂറ്റനാട് നടത്തുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. വട്ടേനാട് ഗവൺമെന്റ് LP സ്കൂളിൽ ചേർന്ന യോഗം തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS സുധീർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി P അരവിന്ദാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ലില്ലി കർത്ത, ജില്ലാ സെക്രട്ടറി D മനോജ്, തൃത്താല മേഖലാ സെക്രട്ടറി MV രാജൻ, CPM തൃത്താല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധൻ, പുരോഗമന കലാസാഹിത്യ സംഘം പ്രതിനിധി K ജനാർദ്ദനൻ, KSTA പ്രതിനിധി ശ്രീജിത്ത്, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം BP ഐദ്രു തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP റിജീന ചെയർപേഴ്സണായും VM രാജീവ് കൺവീനറായും 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സെമിനാർ, വിജ്ഞാനോത്സവം, ആരോഗ്യ സെമിനാർ, LED നിർമ്മാണം, റിപ്പയറിംഗ്, പരിശീലനം, തുണിസഞ്ചി പ്രചരണം തുടങ്ങി അനുബന്ധ പരിപാടികളും നടത്തും. ഒരുപക്ഷെ കേൾക്കുമ്പോൾ പലപ്പോഴും പലരും അതൊന്നും ബോധ്യപ്പെട്ടു പോയില്ല. പക്ഷേ ശരിയായ ശാസ്ത്ര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാലം അത്രയും പരിഷത്ത് കേരളീയ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, വലിയ സാമൂഹിക പരിവർത്തനം നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപാട് സ്വാമി മാറ്റത്തിന് വിപ്ലവം നടന്ന സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ദർശിക്കാത്ത തരത്തിലേക്കുള്ള വലിയ മാറ്റത്തിന് വഴിതെളിച്ച സംസ്ഥാനമാണ് കേരളം. ആ സാമൂഹ്യ മാറ്റത്തിന്റെ ഒക്കെ പങ്ക് പരിശോധിക്കപ്പെടുമ്പോൾ അതിന് പരിഷത്തിനെ മാറ്റി നിർത്താനാവില്ല. ഏത് രംഗത്തെടുത്താൽ നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ എല്ലാം പരിഷത്തിൻ്റെതായിട്ടുള്ള പങ്ക് നമുക്ക് എടുത്തു മാറ്റാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ച് നമുക്ക് ശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടമാണ്. മിത്തുകൾക്കും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും എല്ലാം വലിയ രൂപത്തിലേക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം. പട്ടാമ്പി കീഴായൂർ സ്വദേശിയും കവിയുമായ P രാമന് ദേശീയ പുരസ്കാരം. കവിതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊൽക്കത്തയിലെ യബൻ ചിത്ര ട്രസ്റ്റാണ് ദേശീയ കാവ്യ പുരസ്കാരത്തിന് കവി P രാമനെ തെരഞ്ഞെടുത്തത്. 2 ദിവസം 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പോയട്രി ഫെസ്റ്റിവൽ അവർ നടത്താറുണ്ട് കൽക്കത്തയിൽ. അതോടനുബന്ധിച്ച് ഒരു ബംഗാളി കവിക്കും ഒരു ബംഗാളി അല്ലാത്ത ഒരു ഇന്ത്യൻ കവിക്കും, ബംഗാളി ഭാഷയല്ലാത്ത മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്ന ഒരു കവിക്കും ഒരു പുരസ്കാരം അവർ നൽകുന്നുണ്ട്. അത് ഈ വർഷം അതിനെ എന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ശരി, പട്ടാമ്പി പോലെ ഉള്ള ഒരു ഉൾനാടിൻ്റെ കവിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന എന്നെപ്പോലെ ഒരാൾക്ക് കേരളത്തിന് പുറത്തേക്ക് ഒരു ദേശീയ തലത്തിൽ ഉള്ള ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം ഉണ്ട്, അത്ഭുതമുണ്ട്. ആ നിലയ്ക്ക് പ്രശസ്ത കവികളും സാഹിത്യകാരന്മാരും അടങ്ങുന്ന ജൂറി ബോർഡ് അംഗങ്ങളാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. 3ാമത്തെ യബൻ ചിത്ര ദേശീയ കവിതാ പുരസ്കാരമാണ് P രാമനെ തേടിയെത്തിയത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 7, 8, 9 തീയതികളിൽ കൊൽക്കത്തയിൽ നടക്കുന്ന യബൻ ചിത്ര ഫെസ്റ്റിവലിൽ അവാർഡ് സമ്മാനിക്കും. 1972 പട്ടാമ്പി കീഴായൂരിൽ ജനിച്ച P രാമൻ പത്രപ്രവർത്തകനായാണ് ജീവിതം ആരംഭിച്ചത്. തുടർന്ന് അധ്യാപനത്തിലേക്ക് വഴിമാറി. ഇപ്പോൾ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനാണ്. കനം, തുരുമ്പ്, ഭാഷയും കുഞ്ഞും, രാത്രി 12:30 താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാലൻ തുടങ്ങിയ കൃതികളും കവി നിഴൽമാല എന്ന പഠനഗ്രന്ഥവും മായപ്പൊന്ന്, കുളത്തിലെ നക്ഷത്രം എങ്ങനെ കെടുത്തുമെന്നീ വിവർത്തന കൃതികളും രചിച്ചിട്ടുണ്ട്. കനം എന്ന കൃതിക്ക് 2001 കേരള സാഹിത്യ അക്കാദമി കനകശ്രീ എൻഡോമെന്റ് പുരസ്കാരം, രാത്രി 12:30 ഒരു താരാട്ട് എന്ന കൃതിക്ക് 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മഹാകവി P സാഹിത്യ പുരസ്കാരം, INM A അയ്യപ്പൻ കവിതാ പുരസ്കാരം, KV തമ്പി പുരസ്കാരം,
ദേശാഭിമാനി കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കവിയും നോവലിസ്റ്റുമായ NP സന്ധ്യയാണ് ജീവിത പങ്കാളി. വിദ്യാർത്ഥികളായ ഹൃദയ്, പാർവതി എന്നിവർ മക്കളാണ്. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ നവീകരണ കലശത്തിന് തുടക്കമായി. മാർച്ച് 2 വരെ ചടങ്ങുകൾ നീണ്ടുനിൽക്കും. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ നവീകരണ കലശത്തിന് തുടക്കം കുറിച്ചു. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയാണ് ക്ഷേത്രത്തിലെ നവീകരണ കലശ ചടങ്ങുകൾ നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ ഭക്തിപ്രഭാഷണത്തോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കേന്ദ്ര അഡീഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ചങ്കുട്ടി ദാസായിരുന്നു ഭക്തിപ്രഭാഷണം നടത്തിയത്. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നവീകരണ കലശത്തിന്റെ ഭാഗമായി താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്. അഷ്ടപതി, പാടകം, സംസ്കൃത നാടകം, ചാക്യാർകൂത്ത്, ഭക്തിഗാന സന്ധ്യ, കഥകളി, ഓട്ടംതുള്ളൽ, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. സ്ത്രീയുടെ തന്നെ മാത്രം, സ്ത്രീ എന്നാൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി എന്നാണ് സങ്കല്പമെങ്കിൽ ആ ലക്ഷ്മിയുടെയും മാത്രം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ ഭാവങ്ങളിൽ ആവിർഭവിക്കുന്ന ആ മാതൃസ്വരൂപങ്ങളുടെ എല്ലാ മാതാവാണ്. ആ ആദിപരാശക്തിയെ തന്നെയാണ് അമ്മയുടെ അമ്മയായിട്ട് മുത്തശ്ശിയായിട്ട് കണക്കാക്കുന്നത് എന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സങ്കല്പമാണ്. അപ്പൊ അങ്ങനെ മുത്തശ്ശിയുടെ സ്വഭാവത്തിലുള്ള അമ്മ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ വരാനും ക്ഷേത്രങ്ങളിൽ തന്നെ ഉത്സവാചരണങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചരണമാണ് നവീകരണ കലശം പോലെ. നമുക്കറിയാം, കലശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ദ്രവ്യകലശങ്ങൾ ഉണ്ടാവാറുണ്ട്, അഷ്ടബന്ധ കലശങ്ങൾ ഉണ്ടാവാറുണ്ട്. വളരെ വിശേഷാവസരങ്ങളിൽ മാത്രമേ നവീകരണ കലശം ഉണ്ടാവാറുള്ളൂ. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് തലത്തിൽ നടത്തിവന്നിരുന്ന മന്ന പ്രോഗ്രാമിന് ആതിഥ്യമരുളി പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് സോൺ ചെയർമാൻ K. മനോജ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് തലത്തിൽ ദിവസേന നടത്തിവരുന്ന സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് മന്ന. 600 ദിവസം പിന്നിട്ട പ്രോഗ്രാമിന് പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2 ദിവസവും ആതിഥ്യം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സദാശിവൻ മച്ചിങ്ങൽ, അലി അസ്കർ ഖാൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ദിനംപ്രതി 500-ലധികം സാധാരണക്കാരാണ് പദ്ധതിയെ ആശ്രയിക്കുന്നത്. പട്ടാമ്പി മരുതൂർ AMLP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. മരുതൂർ AMLP സ്കൂളിൽ 111ാം വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി SNGS കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം വാർഡ് കൗൺസിലർ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എത്ര ആളുകൾ പഠിച്ചു പോയി എന്നുള്ളത് നമ്മുടെ പിൻതലമുറകൾ പിൻതലമുറയിൽപ്പെട്ട എത്രയോ ആളുകൾ ഇത് പരിചയമുള്ളവരായാലും ഇപ്പോഴുണ്ട്. അവര് ഒക്കെ പറയാറുണ്ട് ഈ സ്കൂളിനെ കുറിച്ച്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ കോളേജിൽ പരിപാടി കാണുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ തന്നെ വഴിയില്ല, അതിലോ അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. ഓപ്പണായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ആ സ്കൂളിന്റെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് മുനീർ P അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി AEO ബാബുരാജ് പത്രപ്രകാശനം നിർവഹിച്ചു. SRG കൺവീനർ ശ്രീജ P റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക ഡെയ്സി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുക്കിയ, പട്ടാമ്പി BPC സ്മിത, മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ് P, MPTA പ്രസിഡന്റ് ഷമീന, സ്റ്റാഫ് സെക്രട്ടറി ഷൈജ PN, സ്കൂൾ ലീഡർ ആര്യ TS, സ്റ്റാഫ് പ്രതിനിധി ശ്രീജ MK തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ ലിറ്റിൽ സ്കോളർ, ബെസ്റ്റ് പെർഫോമർ, അറബിക് ബെസ്റ്റ് പെർഫോമർ എന്നിവർക്ക് അവാർഡ് ദാനവും നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി.
തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. തൃത്താല KMK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ ബാച്ച് പ്രതിനിധികളും പൂർവ്വ അധ്യാപകരും പങ്കെടുത്തു. അന്തരിച്ച ഡോക്ടർ MG ഗോപാലന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച യോഗത്തിൽ T ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി MG പ്രേംകുമാർ റിപ്പോർട്ടും ഖജാൻജി സജിത് പണിക്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. രാജഗോപാലൻ, TP ലീല, മനോജ് തുടങ്ങിയ അധ്യാപകർ പങ്കെടുത്തു. ഓൺലൈനായും നിരവധി അധ്യാപകർ സംസാരിച്ചു. വാർഡ് മെമ്പർ പത്തിൽ അലി, ഹൈദ്രോസ്, സുവർണകുമാരി, ദാസ് പടിക്കൽ തുടങ്ങിയവർ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. MA ശാന്തകുമാരി സ്വാഗതവും T സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.